ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആഗ്ര പേട നോർത്ത് ഇന്ത്യയിലെ ആഗ്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അത് നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ എൻ്റെ ഈ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് കുത്തി എല്ലാം ഒന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡിലും നമ്മൾ കുത്തി ഇങ്ങനെ കൊടുക്കണം. അത് എല്ലാ സൈഡിലും കുത്തിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ കുത്തി എടുക്കാം. ഞാൻ മുഴുവനും കഷ്ണങ്ങൾ ഇതേപോലെ ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. കണ്ടത് എല്ലാ വശവും ഞാൻ ഇങ്ങനെ തന്നെ ഫോർക്ക് വെച്ച് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുണ്ണാമ്പ് കലക്കിയ വെള്ളത്തിൽ ഇത് മുക്കി വെക്കണം. അതിനുവേണ്ടി ഞാനൊരു കുഴിവുള്ള ഇതേപോലെ ഉള്ള പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കഷ്ണങ്ങളും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കണം. ഇതേ കുറച്ച് ചുണ്ണാമ്പെടുത്ത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഒന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇതിലോട്ടെല്ലാം പറക്കിയിടാം. ഇത് മുങ്ങി തന്നെ കിടക്കണം. എന്നിട്ട് ഒരു 12 മണിക്കൂർ ഇതിങ്ങനെ തന്നെ നമുക്ക് വെക്കാം. 12 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഇതിപ്പോൾ മൂടിയൊന്ന് ഞാൻ വെക്കുവാണ്. 12 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആ ചുണ്ണാമ്പ് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ചുണ്ണാമ്പിതായിട്ടുള്ള ഒരംശവുമില്ല, നല്ല ക്ലീനാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ചുണ്ണാമ്പ് വെള്ളത്തിലിടുന്നത് ഈ കുമ്പളങ്ങയുടെ ഒരു പച്ച ടേസ്റ്റും അതിൻ്റെ ആ കുമ്പളങ്ങയുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് എല്ലാം കംപ്ലീറ്റ് മാറാൻ വേണ്ടിയാണ് ഈ ചുണ്ണാമ്പ് വെള്ളത്തിലിടുന്നത്. ഇതിങ്ങനെ ഇടുമ്പോൾ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറി കുമ്പളങ്ങയാണെന്ന് തന്നെ പറയത്തില്ല, ആ രീതിയിൽ നല്ല രീതിയിൽ കിട്ടും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു നല്ല കുഴിവുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതൊരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് ശരിക്കും പറയുവാണെങ്കിൽ കുമ്പളങ്ങ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഊറ്റി മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ശരിക്കും എൻ്റെ ചെറുതിലെയാണ് ഈ സ്വീറ്റ്സ് കഴിക്കണത്. അത് എൻ്റെ ചേട്ടൻ ഇതുപോലെ പട്ടാളത്തിലപ്പോൾ ലീവിന് വരുമ്പം ഈ സ്വീറ്റ്സ് ഒരുപാട് ഇത് കൊണ്ടുവരുമായിരുന്നു. അന്ന് ഞാനിത് ശരിക്കും കഴിക്കുമ്പോൾ എനിക്ക് ആ കൽക്കണ്ടത്തിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെ ഒരു എനിക്ക് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ മുതിർന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത് കുമ്പളങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കണതെന്ന് തന്നെ അറിയണത്. അന്ന് ഇത് കഴിക്കുമ്പോൾ ഇത് കുമ്പളങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അന്ന് ഞാൻ എന്നിട്ട് ഇതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാനിത് 2-3 പ്രാവശ്യം ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കി. അപ്പം ഞാനിപ്പോൾ ഓർത്ത് ഇത് പകുതി പേർക്ക് ഇത് കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. അപ്പം ഞാനോർത്ത് നമ്മളിത് ഇതിലൂടെ കാണിക്കുമ്പോൾ അറിയാത്തവർക്കൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അതേപോലെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാനായിട്ട് ആയത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഈ ട്രാൻസ്പെറൻറ്റ് രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റാം. ഞാനിവിടെ വെള്ളമെല്ലാം മാറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടത്, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇത് ഈ രീതിയിലാകുമ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കണം. ഇത് കണ്ടോ, കറക്റ്റ് ട്രാൻസ്പെറൻറ്റ് രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പഞ്ചസാര ലായിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കിലോ പഞ്ചസാര ഒരു പാനിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 കിലോ കുമ്പളങ്ങയ്ക്ക് 1.25 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒരു നമ്മുടെ എടുക്കുമ്പോൾ നല്ല ഒട്ടണ രീതിയിലാവുന്ന ആ പരുവത്തിൽ നമുക്ക് ഇതിലോട്ടൊരു 1/2 മുറി നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ച കുമ്പളങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
കുമ്പളങ്ങ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ട് പഞ്ചസാര നമ്മുടെ ഈ കുമ്പളങ്ങയ്ക്ക് ഉള്ളിലെല്ലാം കയറി നന്നായിട്ട് ഇത് പിടിക്കണം. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് ഇതിൻ്റെ പിടിക്കുമ്പോൾ ഇതിൻ്റെ പരുവം ഇതിൻ്റെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ സൈസ് കുറഞ്ഞു വരും, വലിപ്പം കുറഞ്ഞു വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പം പഞ്ചസാരയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടതായി നമ്മുടെ കുമ്പളങ്ങയുടെ സൈസ് കുറഞ്ഞു, പഞ്ചസാര നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് ഒരു 8 മണിക്കൂർ ഇതിങ്ങനെ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ ഈ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയിലൊക്കെ നന്നായിട്ട് പഞ്ചസാര പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ പഞ്ചസാര ലൈനിയൊക്കെ നന്നായിട്ട് ഈ കുമ്പളങ്ങ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഒരു തരി പോലും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനിയും ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ആഗ്രാപ്പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ കുറച്ച് കളറിലും ചെയ്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പം കുട്ടികൾക്ക് ഒന്നുകൂടി ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആഗ്രാപ്പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാക്കി തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ കുടുംബളി കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക പ്ലീസ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.